നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ക്രൊമാറ്റോഗ്രഫി പഠിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ക്രൊമാറ്റോഗ്രഫിക്കകത്ത് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി നമ്മൾ ഓൾറെഡി പഠിച്ചു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് TLC ആണ്. എന്താണ് TLC? TLC എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയാണ്. TLC എന്ന് വെച്ചാൽ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സോളിഡ് മിക്സ്ചറിൻ്റെ ഒരു ചെറിയ സാമ്പിളായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് സോളിഡ് മിക്സ്ചറിൻ്റെ ഒരു സ്മോൾ സാമ്പിളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനകത്തെ കോമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് TLC യൂസ് ചെയ്യുന്നത്. സോ TLC യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ആദ്യം ഓർത്തിരിക്കുക. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു സോളിഡ് മിക്സ്ചറിൻ്റെ വെരി സ്മോൾ സാമ്പിളായിരിക്കും. അങ്ങനെയുള്ള കേസിൽ ഈ സാമ്പിളിനകത്തെ കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. സോ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഐഡൻറ്റിഫൈയിങ് ദ കോമ്പോണൻസ് ഇൻ എ വെരി സ്മോൾ സാമ്പിൾ ഓഫ് എ സോളിഡ് മിക്സ്ചർ. ഒരു സോളിഡ് മിക്സ്ചറിൻ്റെ വളരെ ചെറിയ സാമ്പിളിനകത്തെ കോമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിക്ക് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയേക്കാളും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പേപ്പർ ക്രൊമാറ്റോഗ്രഫിക്കകത്ത് നമുക്ക് പേപ്പറെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ നമുക്ക് തിൻ ഫിലിംസ്, ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ തിൻ ഫിലിംസ്, അതായത് അലുമിനിയം ആവാം, സെഫാഡെക്സ് ആവാം, സിലിക്ക ജെൽ ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ തിൻ ഫിലിം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിക്കകത്ത് നമുക്ക് വെറൈറ്റി ഓഫ് തിൻ ഫിലിംസ് യൂസ് ചെയ്യാം. അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ, തിൻ ഫിലിമിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തിൻ ഫിലിമായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് അലുമിന, സെഫാഡെക്സ്, സിലിക്ക ജെല്ല്. ഇതിൻ്റെയൊക്കെ തിൻ ലെയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സോ പേപ്പർ ക്രൊമാറ്റോഗ്രഫിക്കകത്ത് പേപ്പറേ പറ്റുള്ളൂ. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിക്കകത്ത് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ ഈ തിൻ ഫിലിം പേപ്പറിനേക്കാളിലും കോമ്പാക്റ്റ് ആയിരിക്കും, പേപ്പറിനേക്കാളിലും കട്ടി കുറവായിരിക്കും തിൻ ഫിലിമിന്. തിൻ ഫിലിം പേപ്പറിനേക്കാളിലും കോമ്പാക്റ്റ് ആണെന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. അങ്ങനെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് സാമ്പിൾ സ്പോട്ട് കൂടുതൽ ചെറുതുമായിരിക്കും, കോൺസെൻട്രേറ്റഡും ആയിരിക്കും. അപ്പം തിൻ ഫിലിം ക്രൊമാറ്റോഗ്രഫിയിൽ തിൻ ഫിലിം എന്ന് പറയുന്നത് പേപ്പറിനേക്കാളിലും കോമ്പാക്റ്റ് ആയതുകൊണ്ട് സാമ്പിൾ സ്പോട്ട് എങ്ങനെയാണ്? ഇറ്റ് വിൽ ബി സ്മോൾ ആൻഡ് കോൺസെൻട്രേറ്റഡ്. സാമ്പിൾ സ്പോട്ടുകൾ സ്മോൾ ആൻഡ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതുപോലെ തിൻ ഫിലിം ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു റാപ്പിഡ് പ്രോസസ്സാണ്. തിൻ ഫിലിം ക്രൊമാറ്റോഗ്രഫി റാപ്പിഡ് പ്രോസസ്സാണ്. ഈ റാപ്പിഡ് മെത്തേഡ് എന്തിൻ്റെയൊക്കെ സെപ്പറേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്, ട്രൈഗ്ലിസറൈഡ്, ലിപ്പിഡ്, സ്റ്റെറോൾസ്, ഷുഗേഴ്സ്, ഷുഗർ ഡെറിവേറ്റീവ്സ്, ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. തിൻ ഫിലിം ക്രൊമാറ്റോഗ്രഫി ഒരു റാപ്പിഡ് മെത്തേഡാണ്. ഏതൊക്കെ സെപ്പറേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്, ട്രൈഗ്ലിസറൈഡ്, ലിപ്പിഡ്സ്, സ്റ്റെറോൾസ്, ഷുഗേഴ്സ്, ഷുഗർ ഡെറിവേറ്റീവ്സ്, ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് TLCയുടെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. TLCക്കകത്ത് ക്രൊമാറ്റോഗ്രഫി അല്ലേ, അതിനകത്തൊരു സ്റ്റേഷനറി ഫേസും ഉണ്ട്, മൊബൈൽ ഫേസും ഉണ്ട്. അപ്പം TLCക്കകത്ത് സ്റ്റേഷനറി ഫേസ് എന്താണെന്ന് നോക്കാം. നമ്മളൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് എടുക്കും. സ്ക്വയർ ഷേപ്പിലുള്ള ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് എടുക്കും. ഈ സ്ക്വയർ ഷേപ്പിലുള്ള പ്ലേറ്റിലേക്ക് എന്ത് കോട്ട് ചെയ്യും? ഒരു ഇനേർട്ട് അഡ്സോർബൻറ്റിൻ്റെ തിൻ ലെയർ കോട്ട് ചെയ്യും. ഇനേർട്ട് ആയിട്ടുള്ള അഡ്സോർബൻറ്റിൻ്റെ തിൻ ലെയർ കോട്ട് ചെയ്യും. ഇനേർട്ട് അഡ്സോർബൻറ്റിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? സെഫാഡെക്സ് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, അലുമിനിയം ഉണ്ട്, സിലിക്ക ജെൽ ഉണ്ട്. ഇതൊക്കെ ഇനേർട്ട് അഡ്സോർബൻറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഈ ഇനേർട്ട് അഡ്സോർബൻറ്റിൻ്റെ ഒരു തിൻ ലെയർ കോട്ട് ചെയ്യും. ഇനേർട്ട് അഡ്സോർബൻറ്റ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. സെഫാഡെക്സ്, സെല്ലുലോസ്, അലുമിന, സിലിക്ക ജെല്ല്, ഇതിലേതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ തിൻ ലെയർ നമ്മൾ ഗ്ലാസ് പ്ലേറ്റിൽ കോട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. സോ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിക്ക് സ്റ്റേഷനറി ഫേസ് ഗ്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ കോട്ട് ചെയ്തേക്കുന്ന ഇനേർട്ട് അഡ്സോർബൻറ്റിൻ്റെ തിൻ ലെയർ ആണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു മൈക്രോ പിപ്പറ്റ് അല്ലെങ്കിൽ സിറിഞ്ച് വെച്ചിട്ട് നമ്മുടെ സാമ്പിള് ഈ ഗ്ലാസ് പ്ലേറ്റിൽ സ്പോട്ട് ചെയ്യും. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ, ആ മിക്സ്ചറിൻ്റെ സാമ്പിള് നമ്മൾ എന്ത് ചെയ്യും? ഒരു സിറിഞ്ച് അല്ലെങ്കിൽ മൈക്രോ പിപ്പറ്റ് വെച്ചിട്ട് ഈ ഗ്ലാസ് പ്ലേറ്റിലേക്ക് സ്പോട്ട് ചെയ്യും, പതുക്കെ സ്പ്രേ ചെയ്യും. എന്നിട്ട് എന്നാ ചെയ്യും?
നമ്മുടെ മൊബൈൽ ഫേസ് എന്നറിയപ്പെടുന്ന ഒരു സോൾവെൻ്റ് ഉണ്ട്. മൊബൈൽ ഫേസ് എന്നറിയപ്പെടുന്ന സോൾവെൻറ്റിനകത്തേക്ക് ഈ ഗ്ലാസ് പ്ലേറ്റ് ഡിപ്പ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക, നമുക്കൊരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ആ ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഒരു ഇനേർട്ട് അഡ്സോർബൻറ്റിൻ്റെ തിൻ ലെയർ കോട്ട് ചെയ്തിട്ട് ഇത് ഡ്രൈ ആക്കണം. കോട്ട് ചെയ്ത് ഡ്രൈ ആക്കിയ സാധനത്തിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിൻ്റെ സാമ്പിള് മൈക്രോ പിപ്പറ്റിലോ സിറിഞ്ചിലോ എടുത്തിട്ട് ഈ ഗ്ലാസ് പ്ലേറ്റിലേക്ക് സ്പ്രേ ചെയ്യണം, അല്ലെങ്കിൽ സ്പോട്ട് ചെയ്യണം. എന്നിട്ട് എന്നാ ചെയ്യണം, അതവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് നമുക്കൊരു സോൾവെൻ്റ് ഉണ്ട്. ഈ സോൾവെൻറ്റിനകത്തേക്ക് ഈ ഗ്ലാസ് പ്ലേറ്റ് ഡിപ്പ് ചെയ്യണം. സോൾവെൻറ്റിനകത്തേക്ക് ഗ്ലാസ് പ്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ഇമ്മേഴ്സ് ചെയ്തിട്ട് നമ്മൾ അതിൽ ക്രൊമാറ്റോഗ്രാം ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. അപ്പോൾ ഇമ്മേഴ്സ് ചെയ്തിട്ട് ആ സോൾവെൻറ്റിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് ഈ ഗ്ലാസ് പ്ലേറ്റ് ഡ്രൈ ചെയ്യണം. ഗ്ലാസ് പ്ലേറ്റ് ഡ്രൈ ചെയ്യുമ്പം അത് ഒന്നെങ്കിൽ അവനകത്തോ അല്ലെങ്കിൽ ഫ്യൂം കബോർഡിനകത്തോ ആണ് ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫേസ് എന്നറിയപ്പെടുന്ന സോൾവെൻറ്റിനകത്തേക്ക് ഈ മൈക്രോപിപ്പറ്റ് വെച്ചിട്ട് സാമ്പിള് സ്പോട്ട് ചെയ്ത ഗ്ലാസ് പ്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് അതിൽ ക്രൊമാറ്റോഗ്രാം ഡെവലപ്പ് ആകുമ്പോൾ പതുക്കെ ഇത് പൊക്കിയെടുത്തേച്ച് എന്നാ ചെയ്യും, അതിനെ നമ്മൾ ഫ്യൂം കബോർഡിലോ അവനിലോ എന്തിനു വെക്കും, ഡ്രൈ ചെയ്യാൻ വെക്കും. ഡ്രൈ ചെയ്ത് കിട്ടുന്നതിനകത്ത് നമുക്ക് ക്രൊമാറ്റോഗ്രാം ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രൊമാറ്റോഗ്രാം എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? കളേർഡ് ബാൻഡ്സ് നമുക്ക് വെറുതെ ഒബ്സർവ് ചെയ്യാം. ചില ബാൻഡ്സ് ഉണ്ട്, അത് യു വി ലൈറ്റിൽ കാണാൻ പറ്റുന്ന ബാൻഡ്സ് ഉണ്ട്, അത് യു വി ലൈറ്റിൽ ഒബ്സർവ് ചെയ്യാം. ഇനി വേറെ ചില ബാൻഡ് എങ്ങനെയായിരിക്കും, അത് ചില റിയേജൻ്റ് അപ്ലൈ ചെയ്താൽ മാത്രം കാണുന്നതും കാണും. സോ ഇത്രയുമാണ് നമുക്ക് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്